മാറഞ്ചേരി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. വികസനകാര്യം LDF-നും ക്ഷേമവും ആരോഗ്യവും UDF-നും. ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന മാറഞ്ചേരി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. പ്രധാനപ്പെട്ട 3 സമിതികളിലേക്കും പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. രാഷ്ട്രീയ മുന്നണികൾക്കിടയിലെ കൃത്യമായ ധാരണയോടെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. LDF-ലെ നൌഷാദ് പത്തായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകും. അതിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി എന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലുള്ള വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന് ലഭ്യമാകുന്ന പ്ലാൻ ഫണ്ടായാലും മറ്റ് ഏത് ഫണ്ടായാലും എല്ലാ വാർഡുകളിലേക്കും വികസനം എത്തിക്കുന്ന രീതിയിൽ ക്രമീകരിക്കുന്ന പ്രവർത്തനമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് ഉദ്ദേശിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനം ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് കൂടെ ഉണ്ടാകും. ഭരണസമിതിക്ക് നല്ല രീതിയിലുള്ള പിന്തുണയും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും തുടരുന്നതാണ്. UDF പ്രതിനിധി ഷിജിൽ മുക്കാല ആരോഗ്യ മേഖലയിലെയും വിദ്യാഭ്യാസ രംഗത്തെയും പദ്ധതികൾക്ക് നേതൃത്വം നൽകും. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയെ പറ്റി കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് വിവിധ അതിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി എന്തെല്ലാം പ്രശ്നങ്ങളാണ്, എന്തെല്ലാം വിഷയങ്ങളാണ് മാറഞ്ചേരി പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ഗുണകരമായ ഈ പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ ഗുണകരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് എൻ്റെ തീരുമാനം. UDF-ലെ ആയിഷ നസ്മ പാലക്കൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇനി മാറഞ്ചേരിയിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി എന്നാൽ കഴിയുന്ന വിധം ഞാൻ പ്രവർത്തിക്കും. അവർക്ക് വേണ്ടി അവരിലൊരാളായി എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാകും. പുതിയ ഭരണസമിതി അംഗങ്ങൾ ചുമതലയേറ്റതോടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുത്തു. ഓ, ഫ്രിഡ്ജിന്റെ ലൈറ്റ് കത്തുന്നില്ല. അത് വല്ല കറണ്ട് പോയതായിരിക്കും. കറണ്ട് പോയിട്ടാണല്ലോ ഫാൻ ഇറങ്ങുന്നത്. അടിപൊളി. എന്നാ ഫ്രിഡ്ജ് പോയത് തന്നെ. അല്ല, കറക്റ്റ് സമയത്താ പോയെ. കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. ഇനി എന്താ ചെയ്യാ? ഓ, അതിനൊരു വഴിയുണ്ട്. നമ്മള് മേപ്പറമ്പത്തെ ട്രേഡേഴ്സ് ഇല്ലേ, അവിടെ ഗംഭീര ഓഫർ നടക്കുന്നുണ്ട്. ഫ്രിഡ്ജ്, TV, AC തുടങ്ങിയ എല്ലാ ഹോം അപ്ലയൻസും നല്ല ഓഫറിന് അവിടുന്ന് വാങ്ങാം. അപ്പൊ EMI ഒക്കെ ഉണ്ടോ? ആ, EMI ഓപ്ഷൻ ഒക്കെ ഉണ്ട്. 0 ഡൗൺ പേയ്മെന്റിൽ പലിശരഹിത വായ്പാ സൗകര്യങ്ങളും കിട്ടും. കൂടാതെ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. പിന്നെ പഴയ AC തിരികെ കൊടുക്കുമ്പോൾ 8200 രൂപ വരെയും, അതുപോലെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഒക്കെ 3000 രൂപ വരെയും നമുക്ക് കിട്ടും. അത് കൊള്ളാലോ. ഒന്ന് അവിടെ തന്നെ പോവാല്ലേ?